പശ്ചിമേഷ്യയിലെ യുദ്ധമേഘങ്ങൾ കൂടുതൽ കനത്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അത്യന്തം നിർണായകമായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാനെ പൂർണ്ണമായിട്ട് നിശ്ചലമാക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തുടർച്ചയായിട്ടുള്ള 11ാം രാത്രിയിലും ഇറാന്റെ വിവിധ നഗരങ്ങളിൽ വൻ വ്യോമാക്രമണമാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ തിരിച്ചടിച്ചുകൊണ്ട് ഇറാൻ വരുന്നു. ഇത് ആകെ മൊത്തത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ യുദ്ധം പോവുകയാണ്. 11ാം ദിവസമാണ്, യുദ്ധം കനക്കുകയാണ്. എന്തായാലും ഈ ഒരു യുദ്ധ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം വാർത്തകളുമായിട്ട് നമ്മളോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ പി ജെ വിൻസെന്റ് ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ യുദ്ധം 11ാം ദിവസം എത്തുമ്പോഴും ഒരയവുമില്ലാതെ കനക്കുകയാണ്. തീർച്ചയായിട്ടും യുദ്ധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചനകളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. നിലവിൽ ടെഹ്റാൻ, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനും അതിന്റെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ അമേരിക്കയുടെ കനത്ത ബോംബിംഗ് നടക്കുകയാണ്. അവരുടെ സൈനിക ഓപ്പറേഷൻ കേന്ദ്രങ്ങളും അതുപോലെ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ചിട്ടാണ് ടെഹ്റാനും പരിസര പ്രദേശങ്ങളിലും അമേരിക്ക ആക്രമണം നടത്തുന്നത്. അതുപോലെ ബുഷ്ഹർ മേഖലയിൽ അമേരിക്ക കനത്ത ആക്രമണം നടത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ സാങ്കേതിക സഹായത്തിൽ ഇറാൻ പടുത്തുയർത്തിയ ആണവ നിലയമാണ് ബുഷ്ഹർ. ബുഷ്ഹറിന് ആണവ നിലയത്തിന് സമീപം വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് തിരിച്ചടിയായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രധാനമായും ഇപ്പോൾ ജോർദാനിലെ അമേരിക്കയുടെ സൈനിക താവളത്തെ ലക്ഷ്യം വെച്ചിട്ടാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതില് ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ വ്യോമത്താവളത്തിലേക്ക് ഇറാന്റെ ക്രൂയിസ് മിസൈലുകൾ പതിക്കുകയുണ്ടായി. ജോർദാനിലെ അസ്റാഖ് വ്യോമ കേന്ദ്രം വീണ്ടും ആക്രമിച്ചു. അങ്ങനെ സംഘർഷം ആ മേഖലയിലേക്ക് നീളുകയാണ്. അതോടൊപ്പം കുവൈറ്റിലെ ഡീസലൈനേഷൻ പ്ലാന്റുകൾ, ഈ കടൽ ജല ശുദ്ധീകരണ പ്ലാന്റുകൾ ലക്ഷ്യം വെച്ച് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. അപ്പം കുവൈറ്റ് ഇപ്പോൾ വ്യോമപാത അടച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇടതടവില്ലാതെ ആക്രമണവും പ്രത്യാക്രമണവും ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനിടെ അമേരിക്ക സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ്, എന്നാൽ ഇറാൻ അതിന് തയ്യാറല്ല എന്ന നിലയ്ക്ക് ഒരു പ്രസ്താവന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. എന്നാൽ ട്രംപ് ആകട്ടെ ഭൂഗർഭ ആണവ നിലയങ്ങൾ ആക്രമിച്ച് തകർക്കും എന്ന് വീണ്ടും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇതിനു മുന്നേ 12 ദിന യുദ്ധത്തിന്റെ കാലത്ത് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യയാൽ നിർമ്മിതമായ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഫോർദോ അടക്കമുള്ള ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബ് വർഷം നടത്തുകയുണ്ടായി. അത് ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിട്ടുള്ള സമ്പുഷ്ട യുറേനിയം, അതുപോലെ അവിടുത്തെ ആണവ കേന്ദ്രങ്ങളടക്കം തകർക്കാൻ പര്യാപ്തമായ മാരക പ്രഹരശേഷിയുള്ള ബോംബുകളാണ്, ക്ലസ്റ്റർ ബോംബുകളാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ വീണ്ടും ആണവ നിലയങ്ങൾ ആക്രമിക്കും, ഭൂഗർഭ നിലയങ്ങൾ തകർക്കും. അതുപോലെ പിക്കാക്സ് പർവ്വതനിരകളിലൊക്കെയാണ് ഇറാൻ അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയവും ഒക്കെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അവിടെയുള്ള ഭൂഗർഭ അറകൾ തകർക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ B-2 പോലെയുള്ള വിമാനങ്ങൾ ഉപയോഗിച്ച് ഉള്ള ആക്രമണമായിരിക്കും നടത്തേണ്ടി വരിക. അത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഏറ്റവും ഭീതിതമായ അവസ്ഥ, ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് ആണവ വികിരണ ഉണ്ടായാൽ, ആണവ ചോർച്ചയുണ്ടായാൽ അത് ഇറാനെ മാത്രമല്ല സമീപ പ്രദേശങ്ങളെയും ഒക്കെ ബാധിക്കും. അത് വലിയ മാനുഷിക ദുരന്തത്തിന് കാരണമാകും. അപ്പോൾ ഒരു അണുബോംബിനെ പോലെ തന്നെ കാണേണ്ടുന്ന ഒന്നാണ് ഒരു ആണവ നിലയവും. ഒരാണവ നിലയം തകർന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ചെറുതല്ല. ഇപ്പോ ചെർണോബിൽ ദുരന്തവും 3 മൈൽ ഐലൻഡ്സ് ആണവ ദുരന്തവും ഒക്കെ ഉണ്ടാക്കിയത് ആണവ കേന്ദ്രങ്ങളിൽ നിന്ന്, ആണവ റിയാക്ടറുകളിൽ നിന്നുണ്ടായിട്ടുള്ള ആണവ വികിരണങ്ങളാണ്, ചോർച്ചയാണ്, റേഡിയേഷനാണ് അത്തരം ദുരന്തങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ സമാനമായ രൂപത്തിൽ ആണവ ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ സമീപ പ്രദേശത്തുള്ള ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് അത് മാറും. ഏതായാലും ട്രംപിന്റെ ഭീഷണി ഇപ്പോൾ ഇറാന്റെ ആണവ ഭൂഗർഭ നിലയങ്ങൾ തകർക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ നിൽക്കുന്നത്.
ഇതിനിടയ്ക്ക് ചില മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയും UAE-യുടെ വിദേശകാര്യമന്ത്രിയും പരസ്പരം ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയതായിട്ടൊക്കെ പത്രങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോ സമാധാന പ്രക്രിയ നടക്കുന്നുണ്ട്. പക്ഷേ നേരിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ചർച്ചയുടെ ഒരു നേരിയ സാധ്യത പോലും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഈ തിരിച്ചടി നൽകും എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കണം. ഈ അമേരിക്ക ഇത്രയും വലിയ പ്രഹരം ഏൽപ്പിക്കുന്ന അതേ സമയം തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയ്ക്ക് വിവിധ രാജ്യങ്ങളിലാണ് തിരിച്ചടി നൽകുന്നത്. അപ്പം ഇത്തരം നീക്കങ്ങളിൽ ഈ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇനിയും ഈ ആക്രമണം അമേരിക്ക ഉറപ്പിക്കുകയാണെങ്കിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഈ ഗൾഫ് മേഖലയിൽ നടക്കും. അതും വലിയ പ്രതിസന്ധിയും വലിയൊരു വെല്ലുവിളിയുമാകില്ലേ? തീർച്ചയായിട്ടും അതെ. ഇത് ഈ ഡീസലൈനേഷൻ പ്ലാന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സൗദി അറേബ്യയും ഖത്തറിലും കുവൈറ്റിലും ഒക്കെയുള്ള കടൽ ജല ശുദ്ധീകരണ പ്ലാന്റുകൾ ആണ് അവരുടെ പ്രധാനപ്പെട്ട ശുദ്ധജല സ്രോതസ്. സാധാരണഗതിയിൽ അത് ആക്രമിക്കപ്പെടാറില്ല. അപ്പം ഡീസലൈനേഷൻ പ്ലാന്റുകൾ തുടർച്ചയായിട്ട് ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യരുടെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യം ഉണ്ടാവും. അതോടൊപ്പം ഈ മേഖലയിൽ മരണസംഖ്യയും വർദ്ധിക്കുകയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നിപ്പോ ഇറാനിലെ കഴിഞ്ഞ ഫെബ്രുവരി 28 നടത്തിയ ആക്രമണത്തിൽ അയത്തുള്ള അലി ഖംനി കൊല്ലപ്പെട്ടു. അന്ന് നടത്തിയ മറ്റൊരു ആക്രമണമാണ് മിനാദിലെ സ്കൂൾ ആക്രമണം. അതിലെ ഏകദേശം 170ഓളം കുട്ടികൾ 26 ടീച്ചർമാരടക്കം 170 ആളുകൾ കൊല ചെയ്യപ്പെട്ടു, മരണപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ സമീപകാലത്ത് അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത 32 മൃതദേഹങ്ങൾ കുഞ്ഞു കുട്ടികളുടെയാണ്. അത് പ്രൈമറി സ്കൂളാണ്. ഷമറെ തയ്യിബ് എന്ന് പറയുന്ന ഒരു പ്രൈമറി സ്കൂളിലേക്കാണ് ഈ ടോമഹാക്ക് മിസൈലുകൾ അമേരിക്ക അയച്ചത്. അപ്പോൾ ഈ 32 കുട്ടികളുടെ ശവസംസ്കാര ചടങ്ങ് ഇറാനിൽ നടക്കുകയാണ്. അപ്പോൾ ഈ മിനാദിലെ കുട്ടികളുടെ ക്രൂരമായ കൊലപാതകത്തിന് ശക്തമായ പ്രതികാരം ചെയ്യും. ഈ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാൽ അതിന് തിരിച്ചടി ഉണ്ടാകും എന്ന നിലയ്ക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 11 ദിവസമായി തുടർച്ചയായിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഈ സൈനിക ഉദ്യോഗസ്ഥന്മാരടക്കം 50 പേര് ഇതിനകം ഇറാനിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി. 500ഓളം പേർക്ക് പരിക്കേറ്റു. അമേരിക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അവിടെയും മരണസംഖ്യ കൂടുകയാണ്. ഇപ്പൊ ജോർദാനിലെ വ്യോമത്താവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനകം 18 അമേരിക്കക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ അമേരിക്കൻ സെനറ്റിൽ അവരുടെ യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത് പറഞ്ഞത് ഇതിനകം ഉണ്ടായിട്ടുള്ള ചെലവ് വലിയ സാമ്പത്തിക ബാധ്യതയാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് പീറ്റ് ഹെക്സേത്ത് സെനറ്റിനെ അറിയിക്കേണ്ടായി. 37.5 ബില്യൺ USD ആണ് ഇതിനകം ചെലവഴിച്ചത്. അപ്പൊ അമേരിക്കയും വലിയ പ്രതിസന്ധിയാണ്. അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം, സാമ്പത്തിക ചെലവ് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. ഇറാനിലും വലിയ രൂപത്തിൽ ഈ മൂന്നാമത്തെ ഘട്ട യുദ്ധത്തിൽ 12 ദിന യുദ്ധം ഫെബ്രുവരി 28 ആരംഭിച്ച് ജൂൺ 7 അവസാനിച്ച 2ാം ഘട്ടം, ഇതിപ്പോ 3ാം ഘട്ടമാണ്. ഇന്ന് 11 ദിവസം പിന്നിടുമ്പോൾ ഇറാനില് നൂറുകണക്കിന് ആളുകൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്, കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മരണസംഖ്യയും ആ മേഖലയിൽ വർദ്ധിച്ചു വരുന്നു. ഇതിന് പുറമെയാണ് ഗൾഫ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള കഠിനമായ സാമ്പത്തിക പ്രതിസന്ധി. അതുകൂടി അത് വലിയ രൂപത്തിൽ ആളുകളെ ബാധിച്ചു തുടങ്ങിയല്ലോ. അമേരിക്ക ഇപ്പൊ പീറ്റ് ഹെക്സേത്ത് അറിയിച്ചുള്ളത് 37.5 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഇതിനെ ചെലവഴിച്ചതെന്നാണ്. ഇത് അമേരിക്കയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതോടൊപ്പം അമേരിക്കയും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്, എണ്ണ ഉപയോഗിക്കുന്ന രാജ്യമാണ്, ലോകത്തിൽ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണെങ്കിലും അവര് എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ക്രൂഡ് ഓയിലിന്റെ വില ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. ഒരു ബാരലിന് ഇപ്പോ 91 അമേരിക്കൻ ഡോളറായിട്ട് ക്രൂഡ് ഓയിലിന്റെ വില കൂടി. ഈ വില വർധനവ് അമേരിക്കക്കാരെയും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അതുപോലെ തന്നെ അമേരിക്കക്കാരെയും ബാധിക്കുമല്ലോ. അപ്പൊ യുദ്ധച്ചെലവിന്റെ പുറമെ വിലക്കയറ്റമുണ്ടാകുന്ന പ്രതിസന്ധിയും അമേരിക്കയ്ക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാം വെല്ലുവിളിയാകും. അതോടൊപ്പമാണ് ഈ ഗൾഫ് മേഖലയിൽ ഇപ്പൊ നമ്മൾ മലയാളികൾ, ഇന്ത്യക്കാർ ആയിട്ടുള്ള പ്രവാസികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല. കഴിഞ്ഞ ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിൽ 2 മാസത്തിനിടയ്ക്ക് ഇന്ത്യക്കാരായിട്ടുള്ള 10 ലക്ഷം പ്രവാസികൾ അവിടുന്ന് തിരിച്ചു വന്നു എന്നാണ് കണക്ക്. അതിനുശേഷം താൽക്കാലികമായി ഒരു യുദ്ധവിരാമം ഉണ്ടായ സമയത്ത് അതിൽ വലിയൊരു ശതമാനം ആളുകൾ തിരിച്ചുപോയി. ഇപ്പൊ പുതിയ യുദ്ധമുഖം ആരംഭിച്ചു. 11 ദിവസമായി യുദ്ധം തുടരുകയാണ്. ഇപ്പം വലിയ രൂപത്തിൽ ആളുകൾ, പ്രവാസികൾ ഇവിടുന്ന് തിരിച്ചു വരാൻ ഒരുങ്ങുന്നു. കാരണം അത് നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കും. നമ്മുടെ റെമിറ്റൻസ്, വിദേശ
പണം ഇങ്ങോട്ട് വരുന്ന തോത് വലിയ രൂപത്തിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ രൂപയുടെ വിലയിടിവ്, രൂപ ഡോളർ നിരക്കിൽ വളരെ താഴ്ന്ന നിലയിലാണ് ഇപ്പൊ നമ്മളുടെ മൂല്യം. അപ്പൊ ഇന്നത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ 96 രൂപ 55 പൈസയാണ് ഒരു US ഡോളറിന്. അപ്പൊ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇങ്ങനെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. ഇന്ത്യൻ വിപണിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുകയാണ്. സ്വർണത്തിന്റെ വില അങ്ങ് സ്കൈ റോക്കറ്റ് ചെയ്യുകയാണ്, സ്വർണത്തിന്റെ വില ഉയരുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ലല്ലോ. മാത്രമല്ല ഇനിയിപ്പം വ്യാപകമായിട്ട് പ്രവാസികൾ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം കരാർ തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു. വിവിധ തൊഴിൽ മേഖലയിൽ നിന്ന് ആളുകൾ കൂട്ട പിരിച്ചുവിടലിന് വിധേയമാവുന്നു. അവിടെ സർവീസ് സെക്ടറിലും മറ്റ് മേഖലയിലും ചെറുകിട വ്യവസായങ്ങളും കടകളും റെസ്റ്റോറന്റുകളും ഒക്കെ നടത്തുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ്. അതോടൊപ്പമാണ് ഇപ്പൊ ജീവന് സുരക്ഷിതത്വമില്ല, സാമ്പത്തിക സുരക്ഷിതത്വമില്ല. ഇതാണിപ്പോ പ്രവാസികളുടെ അവസ്ഥ. അവരുടെ ജീവന സുരക്ഷിതത്വമില്ല, സാമ്പത്തിക സുരക്ഷിതത്വം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. പിന്നെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഫ്ലൈറ്റുകളെല്ലാം റദ്ദാക്കിയിരിക്കുന്നു. അപ്പൊ ഈ സാഹചര്യം അത്യന്തം ഭയാനകമാണ്. ഇതിന് കൂടെയാണ് ഈ ഭൂഗർഭ ആണവ നിലയങ്ങൾ കൂടി ആക്രമിച്ച് വല്ല ആണവ വികിരണവും ആണവ ചോർച്ചയൊക്കെ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒരുപക്ഷെ വലിയ മാരകമായിരിക്കും. അപ്പം ഇതെല്ലാം ചേർത്തിട്ട് ഒരു പ്രതീക്ഷയുടെ ഒരു നേരിയ വെള്ളി വെളിച്ചം പോലും നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അനൗദ്യോഗികമായ ചർച്ചകളൊക്കെ, ബാക്ക്ഡോർ ഡിപ്ലോമസിയുടെ സാധ്യതകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഫലം നൽകുന്ന തരത്തിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് പ്രോസസ്, സമാധാന പ്രക്രിയയും നടക്കുന്നില്ല. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. വെയിറ്റ് ആൻഡ് സീ. ലോകം ഇങ്ങനെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നിങ്ങനെ നോക്കി നിൽക്കുകയും അതിനെ തത്സമയം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയാതെ ലോകം സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്.